ചേർത്തലയിൽ നിന്നും വൈക്കം വഴി പഴനിയിലേക്ക് പുതുതായി ആരംഭിച്ച കെഎസ്ആർടിസി ബസ് സർവീസിന് വൈക്കത്തെ വിവിധയിടങ്ങളിൽ സ്വീകരണം. കേരള കോൺഗ്രസ് ബി നേതാക്കളുടെ നേതൃത്വത്തിലാണ് കെഎസ്ആർടിസി സൂപ്പർ ഫാസ്റ്റ് ബസിന് ഊഷ്മളമായ സ്വീകരണം നൽകിയത്. ചേർത്തല കെഎസ്ആർടിസി ബസ് സ്റ്റേഷനിൽ നിന്ന് പുറപ്പെട്ട് വൈക്കം സ്റ്റേഷനിലേക്ക് വന്ന ബസിനെ തോട്ടുവക്കം തെക്കേനട സ്കൂളിന് സമീപം വൈക്കം മഹാദേവ ക്ഷേത്രത്തിന്റെ തെക്കേനട, വൈക്കം കെഎസ്ആർടിസി ബസ് സ്റ്റേഷൻ എന്നിവിടങ്ങളിലാണ് ഊഷ്മളമായ സ്വീകരണം നൽകിയത്. ഓൺലൈനായും ടിക്കറ്റ് ബുക്ക് ചെയ്യാവുന്ന സർവീസിൽ ആദ്യ ദിനം തന്നെ 5 പേർ ഓൺലൈനായി ടിക്കറ്റുകൾ ബുക്ക് ചെയ്തിരുന്നു. കേരള കോൺഗ്രസ് ബി കോട്ടയം ജില്ലാ വൈസ് പ്രസിഡന്റ് പി ശശിധരൻ വളവത്ത്, നിയോജക മണ്ഡലം പ്രസിഡന്റ് മധു ആർ പണിക്കർ, ATO AT ഷിബു, കേരള കോൺഗ്രസ് ബി വനിതാ വിഭാഗം സംസ്ഥാന കമ്മിറ്റി അംഗം ഗിരിജാദേവി, ഉദയനാപുരം ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം ഉപദേശക സമിതി പ്രസിഡന്റ് VR ചന്ദ്രശേഖരൻ നായർ തുടങ്ങിയവർ സ്വീകരണ യോഗത്തിൽ സംബന്ധിച്ചു. അതിത്തവണ മന്ത്രിയായ ശേഷം അദ്ദേഹത്തെ ഓർമ്മിപ്പിക്കുകയും ഞാനും നിയോജകമണ്ഡലം പ്രസിഡന്റ് മധുവും മിനിസ്റ്റർ നേരിട്ട് കണ്ട് ഈ ആവശ്യം ഉന്നയിച്ചപ്പോൾ എത്രയും പെട്ടെന്ന് നമുക്ക് സർവീസ് തുടങ്ങിത്തരാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് നമുക്ക് വൈക്കം തുടങ്ങേണ്ട സർവീസായിരുന്നു. സാഹചര്യങ്ങളുടെ പശ്ചാത്തലത്തിൽ ചേർത്തല വൈക്കം വഴിയാക്കി തന്നു. ഒരു 3 മാസത്തിനകം നമുക്ക് പുനഃപരിശോധിച്ച് വൈക്കത്തുന്ന ഒരു സംവിധാനം ആക്കിത്തരാം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ വൈക്കത്തിൻ്റെ പ്രാധാന്യവും വൈക്കത്തമ്പലത്തിൻ്റെയും യഥാർത്ഥമ്പലത്തിൻ്റെയും പ്രാധാന്യമൊക്കെ പുള്ളി പറഞ്ഞ് ബോധ്യപ്പെടുത്തി അങ്ങനെയാണ് സർവീസ് തുടങ്ങാറുണ്ട്. പിന്നെ ATOയുടെ ഒരു അനുകൂലമായ ഒരു സാഹചര്യം ATO ഉണ്ടാക്കി തന്നു. അതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് നമുക്ക് ഇത് തുടങ്ങാൻ സാധിച്ചത്. വളരെ ഗംഭീരമായിട്ട് നടന്നു പോകുന്നുള്ള വിശ്വാസത്തിലാണ് നമ്മൾ ഇരിക്കുന്നത്. നല്ല കളക്ഷൻ നല്ല ഇതുണ്ടാകും. വൈക്കത്ത് ചേർത്തലിൽ നിന്ന് വരുന്ന വണ്ടി ആയതുകൊണ്ട് നമുക്ക് ഓൺലൈൻ ബുക്കിംഗ് തുടങ്ങി. ഇന്ന് തന്നെ 5 പേര് ഓൺലൈൻ ബുക്കിംഗ് ഉണ്ടായിരുന്നു. നല്ല രീതിയിൽ പോകുന്നുള്ള ഒരു വിശ്വാസമാണ് സർവീസ് കൊണ്ട് പറയാൻ. രാവിലെ 5:50 വൈക്കത്ത് നിന്ന് പുറപ്പെട്ട് തലയോലപ്പറമ്പ്, ഏറ്റുമാനൂർ, കോട്ടയം, പൊൻകുന്നം, കാഞ്ഞിരപ്പള്ളി, മുണ്ടക്കയം, പീരുമേട്, കുമളി, കമ്പം, തേനി വഴി ഉച്ചകഴിഞ്ഞ് പളനിയിലെത്തും. തുടർന്ന് വൈകുന്നേരം 4-ന് ചേർത്തലയിലേക്ക് പുറപ്പെടും. വൈക്കത്ത് നിന്ന് പളനിക്ക് 350 രൂപയാണ് ടിക്കറ്റ് ചാർജ്. ഇവിടെ നിന്നും തീർത്ഥാടകർ കൂടുതലായി ഉണ്ടായാൽ വൈക്കം സ്റ്റേഷനിൽ നിന്ന് വൈകുന്നേരം പാലക്കാട് വഴി പഴനിയിലേക്ക് സർവീസ് ആരംഭിക്കുന്നതിന് ശ്രമം നടന്നുവരികയാണെന്ന് കേരള കോൺഗ്രസ് ബി ജില്ലാ വൈസ് പ്രസിഡന്റ് ശശി വളവത്ത്, വൈക്കം നിയോജക മണ്ഡലം പ്രസിഡന്റ് മധു ആർ പണിക്കർ എന്നിവർ പറഞ്ഞു. ചേർത്തലയിൽ തുടങ്ങി 2:30 പഴനി ചെല്ലും. 359 രൂപയാണ് നമ്മുടെ ബസ് ഫെയർ വരുന്നത്. ഓൺലൈൻ റിസർവേഷൻ തുടങ്ങിയിട്ടുണ്ട്. അതിലുപരി വൈക്കം ഡിപ്പോയിലെ ATOയും ഇവിടുത്തെ ജീവനക്കാരുടെയും തോളോട് തോള് ചേർന്നുള്ള സഹപ്രവർത്തനവും എല്ലാം കൊണ്ട് മാത്രമാണ്. ഉദയനാപുരം ഉപദേശക സമിതിയുടെ നിരന്തരമായിട്ടുള്ള ഒരു ആവശ്യമായിരുന്നു പഴനിക്കുള്ളൊരു സർവീസ്. അത് വൈക്കത്തിന് നേടിയെടുക്കാനായിട്ട് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഇതിൻ്റെ കേരള കോൺഗ്രസ് ബിയുടെ ഞങ്ങളുടെ എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ്. ഞങ്ങളുടെ എല്ലാവിധ സഹകരണങ്ങളും. ന്യൂസ് ബ്യൂറോ, വൈക്കം. കൊപ്പറമ്പിൽ ആയുർവേദിക് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ. ഉഴിച്ചിൽ, ലൂംബ സ്പോണ്ടിലൈറ്റിസ്, സെർവിക്കൽ സ്പോണ്ടിലൈറ്റിസ്, ഡിസ്ക് ബൾജിംഗ് കൊണ്ടുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ എന്നിവ ചികിത്സിക്കാൻ വിദഗ്ധരായ ഡോക്ടർമാർ. കൊപ്പറമ്പിൽ ആയുർവേദിക് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ.